നമസ്കാരം. സുഹാസിനിയായിട്ടുള്ള അടുത്തൊരു എപ്പിസോഡാണ്. നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ ഒരു 20 മിനിറ്റ്സിൻ്റെ ഒക്കെ ഒരു ഇൻ്റർവ്യൂ ആണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ സുഹാസിനിയുടെ ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ആ സോളിൻ്റെ കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നുണ്ട്. പൈസാറ് തൊട്ടടുത്തിരിക്കുന്നുണ്ട്. എനർജി വളരെ ശക്തമായിട്ട് ആക്ട് ചെയ്യുന്നു. എനർജിയാണ് ഡിസൈഡ് ചെയ്യുന്നത് ഇൻ്റർവ്യൂ എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണമെന്നും അങ്ങനെയൊക്കെയുള്ള കാര്യം. ഇത് എൻ്റെ ലൈഫിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ ദ സെൻസ് പൈസാറായിട്ട് ഇൻ്റർവ്യൂ എടുക്കണം എന്നുള്ളത് നിയോഗം. അതേപോലെ ഇവിടെ വന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന പല വീഡിയോയിലും പല രീതിയിലുള്ള അത്ഭുതങ്ങളും പല രീതിയിലുള്ള എനർജി പ്രസൻസും ഫീൽ ചെയ്യുന്നത് ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവമാണ്. അപ്പോൾ അതേപോലെയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സുഹാസിനിക്കും ആ ഒരു എനർജിയുടെ പ്രസൻസ് വളരെ ശക്തമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എനർജി പ്രസൻസ് ആണ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹാസിനി, അടുത്തത് ചോദിക്കാനുള്ളത്, സുഹാസിനി ആദ്യം പറഞ്ഞല്ലോ സ്ലീപ്പ് പാരാലിസിസ് ഉണ്ടായിരുന്നു എന്നുള്ളത്. എങ്ങനെയായിരുന്നു അത് മാറിയത്? അതല്ലെങ്കിൽ ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടോ? ഉറങ്ങിക്കിടക്കുമ്പോൾ കൈകാലുകൾ അനക്കാൻ പറ്റാതെ ആ ഒരു അവസ്ഥ ഇപ്പോഴും ഉണ്ടോ സുഹാസിനിക്ക്? എനിക്ക് സ്ലീപ്പ് പാരാലിസിസ് വരാൻ തുടങ്ങിയത് കുഞ്ഞിലേ ഉണ്ടായിരുന്നു. ഒരു ട്രോമ പോലെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കത് അറിയില്ലായിരുന്നു. ഐ മീൻ അത് സ്ലീപ്പ് പാരാലിസിസ് ആണെന്നും അത് എന്തുകൊണ്ടാണ് വന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. മേ ബി ഞാൻ വിചാരിച്ചത് സ്ട്രെസ് കൊണ്ടായിരിക്കാം, സ്റ്റഡീസിന്റെ, പിന്നെ സ്ലീപ്പിങ്ങിന്റെ ഷെഡ്യൂൾ കൊണ്ടായിരിക്കാം വിചാരിച്ചു. പിന്നെ ബ്ലെസ്സിങ്സ് കഴിഞ്ഞപ്പോൾ അത് പിന്നെയും കൂടിയപ്പോൾ എനിക്ക് ആ വഴി കൂടെ അമ്മൂമ്മയുടെയും അപ്പൂപ്പന്റെയും പ്രസൻസ് മനസ്സിലാവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഒരു ദിവസം സാറിനോട് പറഞ്ഞു, ഇങ്ങനെ വന്നിട്ടുണ്ട്, സ്ലീപ്പ് പാരാലിസിസ് വന്നിട്ടുണ്ട്, അത് എനിക്ക് അനങ്ങാൻ പറ്റുള്ള, അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ സാറ് എനർജി ബ്ലെസ്സിങ്സിനൊക്കെ കൂടെ സാർ എനർജി ബ്ലോക്ക് ആക്കി. പിന്നെ കുറച്ച് ദിവസം എനിക്ക് അമ്മൂമ്മയുടെ അപ്പൂപ്പന്റെ പ്രസൻസേ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ടായിരിക്കാം. അതായത് എനിക്ക് പെട്ടെന്ന് എല്ലാം സ്മെല്ല് ഇല്ല, അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതിന് സ്ലീപ്പ് പാരാലിസിസ് എനർജി ബ്ലോക്ക് ആക്കിയത് കൊണ്ടായിരിക്കാം അങ്ങനെ എന്ന് പറഞ്ഞു. അത് അങ്ങനെയായിരുന്നു. അതിനുശേഷം അപ്പൊ ഈ സ്ലീപ്പ് പാരാലിസിസ് വന്നിട്ടില്ല? ഇല്ല, പിന്നെ കുറവാ. വന്നിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോ 2 മിനിറ്റ്സ് ഒക്കെ നിൽക്കൂല, സെക്കൻഡ്സ്, അപ്പൊ തന്നെ എഴുന്നേക്കും. ഇപ്പൊ വലിയ ബുദ്ധിമുട്ടില്ല. പണ്ട് വളരെയധികം പ്രശ്നമായിരുന്നു. പക്ഷേ ബ്ലെസ്സിങ്ങിന് ശേഷം സുഹാസിനിക്ക് നല്ല ഇപ്പൊ ഇല്ല, ഇപ്പൊ വരാറില്ല, ഇപ്പൊ അങ്ങനെ വരാറില്ല. പക്ഷെ ആ എനർജീസ് ആയിട്ടുള്ള കണക്ഷൻ അത് പഴയപോലെ ഇല്ലെങ്കിലും മനസ്സിലാവും. ഇപ്പൊ ഇൻറ്റ്യൂഷൻ അങ്ങനെ ആ രീതിയിൽ അങ്ങനെ മനസ്സിലാവും. സുഹാസിനിയുടെ അമ്മ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇങ്ങനെ നിഴല് പോലെ കാണുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു? ആ അനുഭവം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് അതെന്താ വെച്ചാൽ ഒരു ദിവസം ഞാൻ താഴെ ഇരിക്കണേന്ന്. അപ്പൊ അതിന്റെ താഴെ ഹാളില് നേരെ മുകളിലാണ് അപ്പൂപ്പന്റെ അമ്മയുടെ ഫോട്ടോ വെച്ചേക്കുന്നത്. അപ്പൊ ഞാന് സൗണ്ട് കേട്ടപ്പോ മുകളിൽ നോക്കിയപ്പോ ഞാൻ വിചാരിച്ചു 1-2 ആയിരിക്കുന്നു. പക്ഷെ 1-2 പുറത്തായിരുന്നു. അപ്പൊ ഞാന് നോക്കിയപ്പോ ഒന്നും കണ്ടില്ല. അപ്പൊ ഒരു 5 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞപ്പോ എന്തോ താഴെ ആരും ഇറങ്ങി വന്ന പോലെ തോന്നി. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇവൻ പുറത്തുനിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പുറത്തുനിന്ന് നേരെ ഹോളിൽ കയറിയപ്പോ ഇവൻ എന്തോ കണ്ട പോലെ സോഫയുടെ അടി വേഗം കയറി. അപ്പൊ എനിക്ക് മനസ്സിലായി അവിടെ അമ്മുമ്മ ഉണ്ട് അല്ലെങ്കിൽ അപ്പൂപ്പനുണ്ട് എന്ന്. അങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയും പ്രസൻസ് മനസ്സിലാവും. പിന്നെ ഇതേപോലെ അവർക്ക് എന്തെങ്കിലും, ഇപ്പൊ ഈ സോൾസ് എന്ന് പറയുമ്പോൾ നമ്മളായിട്ട് കണക്ഷനിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സാധിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവർ വന്ന് സൂചിപ്പിക്കുകയോ അവർക്ക് വേണ്ടിയിട്ട് ആവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? എന്റെ അമ്മുമ്മയെ സംബന്ധിച്ച് എന്റെ അമ്മുമ്മയ്ക്ക് ഞാൻ വലിയ നിലയിൽ എത്തണമെന്ന്, നല്ല പഠിക്കണമെന്ന് അങ്ങനെ ഉണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാ ഫുൾ സപ്പോർട്ടും ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ അമ്മുമ്മ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്ത് വന്നാലും, അതായത് ആര് വിട്ടുപോയാലും ദൈവം കൂടെ ഉണ്ടാവും, ദൈവത്തിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ എനിക്ക് അത് അമ്മുമ്മയുടെ ബ്ലെസ്സിങ്സ് ആയിട്ടും ഞാൻ അത് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ അമ്മുമ്മയ്ക്ക് ഞാനിപ്പോ സക്സസ് ആവണം, അങ്ങനെയൊക്കെ ഇപ്പൊ പുതിയ വീട് വെക്കണം, അതിനാണ് ഹെൽപ്പ് ചെയ്യണമെന്നാണ് എന്റെ ഇത്. അതായത് സുഹാസിനിയിലൂടെ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അമ്മൂമ്മ ഇപ്പൊ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എക്സ്പീരിയൻസ് പറയണമെങ്കിൽ 2023 12th പാസ് ഔട്ട് ആയി. അപ്പോ ഞാന് എക്സാം ഒക്കെ കഴിഞ്ഞു, നല്ലോണം പഠിച്ചു. അപ്പൊ എനിക്ക് ഞാൻ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ടോപ്പർ ആയിരുന്നു. അപ്പൊ എനിക്ക് തന്നെ അത്ഭുതമായി. ലൈക്ക് 93.8% ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പോലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇത് ടോപ്പർ ആവുമെന്നും അത്രയും മാർക്ക് കിട്ടുമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അമ്മൂമ്മയുടെ ബ്ലെസ്സിങ്സ് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അതേമാതിരി ഇപ്പോ 2023 തന്നെ കുറെ അച്ചീവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ
2024 ആണെങ്കിലും എനിക്ക് അത് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് സ്കിറ്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി. അതും എനിക്ക് അങ്ങനത്തെ ഒരു കഴിവുണ്ടെന്നോ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അതും ഞാൻ അമ്മമ്മയുടെ ബ്ലെസ്സിങ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ സ്കിറ്റിന് ഞാൻ 2024 2025 കലോത്സവത്തിന് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എനിക്ക് A ഗ്രേഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. കോളേജ് ഗ്രൂപ്പ് സ്കിറ്റാണ്, മലയാളം സ്കിറ്റ്. അപ്പോൾ ഇതിന് എനിക്കൊരു ചാൻസ് കിട്ടിയതും എനിക്ക് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെ കിട്ടുമെന്നും എനിക്ക് അങ്ങനത്തെ കഴിവുണ്ടെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ എന്താ അത് ഞാൻ ബ്ലെസ്സിങ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ എനിക്ക് പണ്ടൊന്നും എനിക്ക് ഡാൻസിനൊന്നും അങ്ങനെ കഴിവുണ്ടെങ്കിൽ എനിക്ക് പോകാൻ പറ്റൂലായിരുന്നു. ഇപ്പോൾ എൻ്റെ സ്കൂള് ദൂരെയായിരുന്നു. അപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുമ്പോൾ എനിക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വന്നത് ഡാൻസ് ആണെങ്കിലും സ്കിറ്റ് ആണെങ്കിലും. ഇപ്പോൾ 2025 എനിക്ക് യോഗ ചാമ്പ്യൻഷിപ്പിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് എനിക്ക് ടോപ്പ് 10 കിട്ടി. അപ്പോൾ ഇല്ല, ഞാൻ യോഗ ആകെ ഞാൻ 2 to 3 months പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. 2 to 3 months. അപ്പോൾ എനിക്ക് ഒരു പോസ്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, എൻ്റെ കാലിന്റെ ഒരു പ്രശ്നമായതുകൊണ്ട്. അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചു ഇങ്ങനെ ഉണ്ട്, അപ്പോൾ ബ്ലെസ്സിങ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. അപ്പൊ എനിക്ക് സാറ് പറഞ്ഞു ഓക്കെ ബ്ലെസ് ചെയ്തു, ധൈര്യമായിട്ട് ഇരുന്നോ, ചെയ്യാൻ പറ്റും എന്ന് വിട്ടു. അപ്പൊ ഞാൻ അവിടെ പോയപ്പോൾ ഇത് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് നേരത്തെക്കാട്ടും നല്ലോണം ഫ്ലെക്സിബിലിറ്റി കൂടി. അങ്ങനെ എനിക്ക് ആ പോസ്റ്റ് നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റി. ഞാൻ പോലും വിചാരിച്ചില്ല അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. കാലൊക്കെ നല്ലോണം മടങ്ങി അത്. പിന്നെ എനിക്ക് പഠിത്തത്തിലാണെങ്കിലും നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ സാധിച്ചു. ഇപ്പോഴാണെങ്കിലും 10 നല്ല മാർക്കുണ്ട്. എവറിത്തിങ് ഇസ് ലൈക്ക് എൻ്റെ കാര്യം എനിക്ക് നല്ലപോലെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബ്ലെസ്സിങ്സ് ആയിട്ട് അമ്മമ്മയുടെയും പൈസകളുടെ ബ്ലെസ്സിങ്സ് കൊണ്ടാണ്, ദൈവത്തിന്റെ. നമ്മള് പിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോ അമ്മയുടെ പ്രസൻസ്, ആ സോൾ പ്രസൻസ് ഫീൽ ചെയ്യാം. എനിക്ക് അത് മൈൻഡിൽ ഇങ്ങനെ ഉണ്ടാവും, കോൺഫിഡൻസ് ഉണ്ടാവും. ലൈക്ക് അമ്മമ്മ ഉണ്ട് എപ്പോഴും. ആ ഒരു കോൺഫിഡൻസ് കാരണം എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അമ്മയുടെ ബ്ലെസ്സിങ്സ് ഉണ്ടാവും ചെയ്യും. ഇപ്പൊ പരീക്ഷയ്ക്ക് ഒരു ചെറിയൊരു ചോദ്യമാണ് കേട്ടോ ഫണ്ണി ആയിട്ടുള്ളത്. ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ, ഇപ്പൊ എക്സാമിന്റെ ആ ഒരു ടൈമില് അതൊക്കെ നമുക്ക് ചിലപ്പം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉറങ്ങുമ്പോൾ വരുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്? അല്ലെങ്കിൽ ചിലത് പഠിക്കുമ്പോ ഇന്നത് വരും എന്നുള്ളത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവം പറഞ്ഞു തരുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും? എനിക്ക് ഇൻട്യൂഷൻ അങ്ങനെ വരാറുണ്ട്. ഇപ്പൊ അത് സില്ലി ചേഞ്ചസ് അങ്ങനെയാണ്, പക്ഷെ എനിക്കത് ചെറിയ കാര്യം ഞാൻ അങ്ങനെ വലുതാക്കി അങ്ങനെ എടുക്കും. അപ്പൊ ചെറിയ ഇപ്പോ മേ ബി ഇപ്പോൾ ഒരു ടോപ്പിക് ആയിരിക്കാം, ആ ടോപ്പിക് എനിക്ക് പെട്ടെന്ന് പഠിക്കാൻ ഇങ്ങനെ എനിക്ക് തന്നെ തോന്നുന്നത് പഠിക്കണ്ട, പക്ഷെ ആ വരൂല. അതേപോലെ എനിക്ക് അങ്ങനെ നടന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇപ്പൊ ഈ സാധനം വരുമെന്ന് എനിക്ക് തോന്നി, അത് വരും. അത് കോൺഫിഡൻസ് ആണോ എനിക്കറിയില്ല, അത് അങ്ങനെ നടക്കാറുണ്ട്. അത് ഇൻറ്റ്യൂഷൻ ആണെന്ന എന്റെ ഒരു വിശ്വാസം. ഇപ്പൊ പൈസറിനെ കണ്ടതിന് ശേഷം സാറിന്റെ ബ്ലെസ്സിങ്ങോട് കൂടിയാണല്ലോ ഈ പ്രസൻസ് ഒക്കെ അറിയാൻ സാധിക്കുന്നതും അങ്ങനെയുള്ള ചേഞ്ചസ് ഒക്കെ ഇപ്പൊ ലൈഫിൽ വന്നതും ഇപ്പൊ ഇത്രയും അച്ചീവ്മെന്റ്സ് ഒക്കെ കിട്ടിയതും ഒക്കെ. ഇതേപോലെ പൈസറിനെ മീറ്റ് ചെയ്തതിന് ശേഷം വേറെ എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ജീവിതത്തിലുണ്ടോ? വേറെ ഏതെങ്കിലും ഇതേപോലെ സോൾ കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിലാണെങ്കിലും സാറിന്റെ ബ്ലെസ്സിങ് ഇതിന്റെ മേളിൽ ഒരുപടി മുൻപിൽ തന്നെ നിൽക്കുന്നുണ്ടെന്ന് തോന്നാറുണ്ടോ? എനിക്കിപ്പോ ദൈവമായിട്ടാണെങ്കിലും അമ്മയായിട്ടാണെങ്കിലും ഇച്ചിരി കൂടി ക്ലോസ് ഇതായ പോലെ, അതായത് ബ്ലെസ്സിങ്സ് ഇപ്പൊ പണ്ടത്തെക്കാട്ടും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണ പോലെയും, പിന്നെ ഇച്ചിരി കൂടി കോൺഫിഡൻസ് കൂടി. അപ്പോൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ഞാൻ ബോൾഡായിട്ട് അത് ചെയ്യും. എനിക്കത് നല്ല ഉറപ്പുണ്ട്. ഞാൻ ചെയ്താല്, അത് ഹാർഡ് വർക്ക് ചെയ്താല് ബ്ലെസ്സിങ്സും കൂടി ഉണ്ടെങ്കിൽ അത് നടക്കും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ഇപ്പൊ പേടിയൊന്നുമില്ല? ഇല്ല. വേറെ ഏതെങ്കിലും സോളിന്റെ അങ്ങനെ എന്തെങ്കിലും പ്രസൻസ് അനുഭവപ്പെടുന്നുണ്ടോ? അതോ വീട്ടിലുള്ള ഈ അമ്മമ്മയുടെയും അപ്പൂപ്പന്റെ അമ്മമ്മയുടെയും മാത്രമാണ്? അതേപോലെ ദൈവങ്ങളായിട്ടുള്ള ഒരു എനർജി ബേസിൽ അങ്ങനെ നമുക്ക് ഏതെങ്കിലും ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോ ബോഡിയിൽ അങ്ങനെ അറിയാൻ പറ്റുമോ? നമുക്കിപ്പോ എന്തെങ്കിലും അത് വൈബ്രേഷൻ, പിന്നെ ഗൂസ് ബംസ് വരും, പിന്നെ കണ്ണീർ വെള്ളം എന്നറിയും. അങ്ങനെ ഉണ്ട്. അപ്പൊ അതെന്ത് ഫീലിംഗ് ആണെന്നറിയില്ല, അത് അമ്പലത്തിൽ പോകുമ്പോ അങ്ങനെ ആവാറുണ്ട്. വീട്ടിലിരുന്നാലും അങ്ങനെ എന്തെങ്കിലും പ്രസൻസ് വരുമ്പോ കണ്ണിന് വെള്ളം വരും? ഗൂസ് ബംസ് വരും, പിന്നെ വൈബ്രേഷൻ പോലെ. ഇപ്പൊ ഷെൽഫിന്റെ കാര്യം പറയണെങ്കിലും തൊട്ടാ വൈബ്രേഷൻ ഫീൽ ചെയ്യും അങ്ങനെ. പിന്നെ പെട്ടെന്ന് കിടക്കണേണെങ്കിൽ ഒരു ദിവസം കിടക്കണേയിരുന്നു, പെട്ടെന്ന് റാൻഡം ആയിട്ട് കണ്ണീന്ന് വെള്ളം വരാൻ തുടങ്ങി. അപ്പൊ എനിക്ക് പെട്ടെന്ന് സങ്കടം വരാം, അത് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചപ്പോ പറഞ്ഞു അമ്മയുടെ ഫീൽ ഇങ്ങനെ പ്രസൻസ് ഉണ്ടാവാം, അങ്ങനെ ഫീൽ ആക്കാന്ന് പറഞ്ഞു. അതേപോലെ സുഹാസിനിക്ക് വേറെ എന്തെങ്കിലും അനുഭവങ്ങൾ പ്രേക്ഷകരോട് പറയാനോ പങ്കുവയ്ക്കാനോ എന്തെങ്കിലും ഉണ്ടോ? ഇതൊക്കെ ഉള്ളൂ. പിന്നെ കുറച്ച് എക്സ്പീരിയൻസ് അങ്ങനെ ആവും ഡെയിലി ലൈഫിൽ. അത് വലിയ കാര്യമൊക്കെ എടുക്കാറില്ല. അത് മെഡിറ്റേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്.
പക്ഷെ എനിക്കിപ്പോ ടൈം കിട്ടാറില്ല, അതുകൊണ്ട് ചെയ്യാറില്ല. അപ്പൊ താങ്ക് യു സുഹാസിനി. Thank you. ഒരു നിമിത്തം പോലെ സുഹാസിനി വന്നപ്പോ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഉള്ളില് എന്താ പറയാ ആ ഒരു എനർജി കമ്മ്യൂണിക്കേഷൻ കിട്ടി. ഇലക്ട്രോണിക് ഡിവൈസ് ആണ് എപ്പോഴും അതിന് ഇതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇപ്പോഴുള്ള അനുഭവമാണ്. കാരണം നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു എനർജിയുടെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. ഇതൊരു നിയോഗം പോലെയാണ് ഇന്ന് സുഹാസിനിയുടെ ഇന്റർവ്യൂ എടുക്കുന്നത് കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഓക്കെ.